പറ്റിയും കേൾക്കാത്ത മലയാളികൾ അപൂർവമായിരിക്കും. പണ്ടൊരിക്കൽ വരരുചി എന്ന പണ്ഡിത ശ്രേഷ്ഠൻ പഞ്ചമി എന്ന നീചകുലജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവർക്കുണ്ടായ കുട്ടികളെ എല്ലാം ഓരോ ദേശത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഓരോ തവണ കുഞ്ഞിനെ ഉപേക്ഷിക്കുമ്പോഴും വരരുചി പഞ്ചമിയോട് പറഞ്ഞത് ഇതാണ്: വായ നൽകിയ ദൈവം ഭക്ഷണവും നൽകിക്കോളും. എന്നാൽ തന്റെ 12ാമത്തെ ഉണ്ണിയെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി പഞ്ചമി വരരുചിയോട് കള്ളം പറഞ്ഞു: കുഞ്ഞിന് വായില്ല. കുഞ്ഞ് പിറന്നപ്പോൾ കുഞ്ഞിന് ശരിക്കും വായുണ്ടായിരുന്നില്ല. വായില്ലാതെ ജനിച്ച ആ കുഞ്ഞ് പിൽക്കാലത്ത് വായില്ലാ കുന്നപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കഥയുടെ നൃത്താവിഷ്കാരവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പുണ്യ സുരേഷ്. കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. നിറമാറു ചുരത്തും മുമ്പേ തേറ്റുനോവണയും മുമ്പേ ചോരക്കിടാവിനെ വഴിയിലുപേക്ഷിച്ച് കാന്തന്റെ പിന്നാലെ നടന്നൊരമ്മ, പന്തീരുപുരത്തിനെ പെറ്റൊരമ്മ. പൈതലെ നെഞ്ചോടു ചേർത്തു മരിപ്പറ്റ മനയിൽ കൊണ്ടുപോയി. തലയിലും വയ്ക്കാതെ താഴത്തും വയ്ക്കാതെ കണ്ണിനു കണ്ണായി വളർത്തിയവർ പഞ്ചമി ചന്ദ്രന്റെ തേനുമായി പഞ്ചമി പെണ്ണ് വളർന്നു വന്നു. പണ്ഡിത ശ്രേഷ്ഠനാം വരരുചി ഒരു നാൾ തരിപ്പറ്റ മലയിൽ അതിഥിയായി. ആദിത്യമേകുവാൻ മുന്നിൽ വന്ന പഞ്ചമിയെ കണ്ടു മോഹിച്ചു വരരുചി. അവളെ വേണിയായി സ്വീകരിച്ചു. തരിപ്പറ്റ മന വിട്ട് പഞ്ചമിയെന്ന് കാന്തന്റെ പിന്നാലെ യാത്രയായി. ദേശങ്ങൾ തോറും യാത്രയായി. കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും.